രാസബന്ധനം. ഒരു ആറ്റത്തെക്കുറിച്ചും അതിൻ്റെ ഘടനയെക്കുറിച്ചും നിങ്ങൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ആറ്റങ്ങൾ വ്യത്യസ്ത രാസസംയോജനങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് വിവിധയിനം തന്മാത്രകളും സംയുക്തങ്ങളും ഉണ്ടാകുന്നതെന്നും നിങ്ങൾ പഠിച്ചു. നമ്പർ 8, അറ്റോമിക് നമ്പർ 16, നാനോ ഓക്സിജൻ. 1 2 3 ഔ ആ വീഡിയോമായി കളിക്കാം. ആറ്റങ്ങൾ പരസ്പരം സംയോജിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ മൂലകങ്ങളുടെ ആറ്റങ്ങളും ഇപ്രകാരം സംയോജിക്കാറുണ്ടോ? നമുക്ക് നോക്കാം. ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയും. ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗവും അതിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത കണങ്ങളായ ന്യൂട്രോണുകളും ഉണ്ടെന്നറിയാമല്ലോ. ന്യൂക്ലിയസിനുള്ളിലുള്ള ആകെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. അത് Z എന്നെഴുതുന്നു. അതേസമയം പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ A എന്ന് പറയുന്നു. ന്യൂട്രോണുകളും പ്രോട്ടോണുകളും കൂടാതെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകാരമായ പാതകളിൽ അഥവാ ഓർബിറ്റുകളിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇപ്രകാരം ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വ്യത്യസ്ത ഓർബിറ്റുകളിൽ വിന്യസിച്ചിരിക്കുന്നതിനെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നു. ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഇക്കാരണം കൊണ്ട് തന്നെ ഒരാറ്റം വൈദ്യുതപരമായി ഉദാസീനമായിരിക്കുകയും ചെയ്യും. എല്ലാ ഓർബിറ്റുകളിലും ഒരു നിശ്ചിത എണ്ണം ഇലക്ട്രോണുകളുണ്ടാകും. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. n എന്നത് ഷെല്ലിന്റെ നമ്പറാണ്. ഒന്നാം ഓർബിറ്റിൽ n = 1 ആണ്. അപ്പോൾ 2n² = 2. അതായത് ഒന്നാമത്തെ ഓർബിറ്റിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതുപോലെ തന്നെ രണ്ടാം ഓർബിറ്റിൽ n = 2 ആണ്. 2n² എന്നാൽ 2 × 2², അതായത് 8. അപ്പോൾ രണ്ടാം ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം. എല്ലാ ബാഹ്യതമ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 19 ആണ്. അതായത് പൊട്ടാസ്യം ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും 19 ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ഓർബിറ്റിൽ 2 ഇലക്ട്രോണുകളുണ്ട്. അടുത്തതിൽ 8 എണ്ണവും ഉണ്ടാകും. ബാക്കി 9 എണ്ണം. പക്ഷേ ബാഹ്യതമ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കൂ. അപ്പോൾ മൂന്നാമത്തെ ഓർബിറ്റിൽ 8 ഇലക്ട്രോണുകളെയും നാലാമത്തേതിൽ ബാക്കിയുള്ള 1 ഇലക്ട്രോണിനെയും ഉൾക്കൊള്ളുന്നു. അങ്ങനെ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 8 1 എന്നിങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്രകാരം ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ എന്നിവയുടെ ഇലക്ട്രോൺ വിന്യാസം പരിശോധിക്കാം. ഇതിൽ ഹീലിയം ഒഴികെ എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു. ഹീലിയത്തിൽ 2. ഈ മൂലകങ്ങൾ സാധാരണയായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല.
ഇവ രാസികമായി സ്ഥിരത നേടിയ മൂലകങ്ങളാണ്. അതായത് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങൾ രാസികമായി സ്ഥിരതയുള്ളവയാണെന്ന് അനുമാനിക്കാം. ഹീലിയം ആറ്റത്തിൽ ഒരു ഷെൽ മാത്രമേ ഉള്ളൂ. ഒന്നാം ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതിനാൽ ഹീലിയത്തിൻ്റെ കാര്യത്തിലും 2 ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ളതാണ്. ബാഹ്യതമ ഷെല്ലിലെ 8 ഇലക്ട്രോൺ ക്രമീകരണം അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നറിയപ്പെടുന്നു. ഇനി മഗ്നീഷ്യം, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ മുതലായ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 12 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 2. ഓക്സിജന്റെ ആറ്റോമിക നമ്പർ 8. ഇലക്ട്രോൺ വിന്യാസം 2, 6. അതുപോലെ സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 11ഉം ക്ലോറിൻ്റേത് 17ഉമാണ്. ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം യഥാക്രമം 2, 8, 1ഉം 2, 8, 7ഉം ആയിരിക്കും. ഈ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 അല്ലാത്തതിനാൽ ഇവ സ്ഥിരതയുള്ളവയല്ല. ഇതുപോലെ സ്ഥിരതയില്ലാത്ത മൂലകത്തിന് എപ്രകാരമാണ് സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി രാസബന്ധനം എന്താണെന്ന് മനസ്സിലാക്കാം. രാസബന്ധനം തന്മാത്രകളുടെ ആറ്റങ്ങളെ പരസ്പരം ചേർത്തു നിർത്തുന്നത് ഒരു ആകർഷണ ബലമാണ്. തന്മാത്രാ രൂപീകരണത്തിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്തു നിർത്തുന്ന ആകർഷണ ബലത്തെ രാസബന്ധനമെന്ന് പറയുന്നു. രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടി ഏറ്റവും കുറഞ്ഞ ഊർജ്ജനില കൈവരിച്ച് സ്ഥിരത നേടുന്നു. എങ്ങനെയാണ് മൂലക ആറ്റങ്ങൾ ഓരോന്നും അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടി സ്ഥിരത കൈവരിക്കുന്നത് എന്ന് നോക്കാം. ഇത്തരം മാർഗങ്ങളാണ് അയോണിക ബന്ധനവും സഹസംയോജക ബന്ധനവും. അയോണിക ബന്ധനം ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഇതിൽ ഒരു മൂലകത്തിന് ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ മറ്റേതിന് 1 നഷ്ടമാകുന്നു. സോഡിയം ക്ലോറൈഡിന്റെ ഉദാഹരണം നോക്കാം. സോഡിയം ക്ലോറൈഡ് സോഡിയം, ക്ലോറിൻ എന്നീ 2 മൂലകങ്ങളാൽ നിർമ്മിതമാണ്. ഈ 2 മൂലക ആറ്റങ്ങളുടെയും ഇലക്ട്രോൺ വിന്യാസം പരിശോധിക്കാം. സോഡിയം ആറ്റത്തിന് 11 ഇലക്ട്രോണുകളുണ്ട്. അതിൽ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ കാണപ്പെടുന്നു. എന്നാൽ ക്ലോറിനിലോ ആകെ 17 ഇലക്ട്രോണുകളും ബാഹ്യതമ ഷെല്ലിൽ 7 എണ്ണവും. എല്ലാ മൂലക ആറ്റങ്ങളും അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടി സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുന്നതായി നമുക്കറിയാം. ഈ ഉദാഹരണത്തിൽ ക്ലോറിൻ ആറ്റം സോഡിയം ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും 1 ഇലക്ട്രോൺ നേടി അഷ്ടകം പൂർത്തീകരിക്കുന്നു. അങ്ങനെ സോഡിയം 3ാമത്തെ ഷെല്ലിൽ, അതായത് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുമായി സ്ഥിരത കൈവരിക്കുന്നു. രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിന് ശേഷം ഈ 2 മൂലക ആറ്റങ്ങളിലെയും ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നു എന്നതാണ്. സോഡിയം ആറ്റത്തിന് 10ഉം ക്ലോറിന് 18ഉം. അതായത് സോഡിയം 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുകയും ക്ലോറിൻ 1 നേടുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും സോഡിയം ക്ലോറൈഡിൽ ആറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത്? നമുക്ക് നോക്കാം.
സോഡിയം ആറ്റത്തിൽ ഇപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണല്ലോ. അതുകൊണ്ട് അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതേസമയം ക്ലോറിനിൽ അതിനു വിപരീതമായി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് എണ്ണത്തിൽ കൂടുതൽ. രണ്ട് വിരുദ്ധ ചാർജുള്ള കണങ്ങൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നത് പോലെ സോഡിയത്തിൻ്റെ പോസിറ്റീവ് ചാർജിലേക്ക് ക്ലോറിൻ്റെ നെഗറ്റീവ് ചാർജ് ആകർഷിക്കപ്പെടുന്നു. ഇപ്രകാരം അവ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നു. ഇങ്ങനെയാണ് സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. സോഡിയം ക്ലോറൈഡ് രൂപീകരിക്കപ്പെടുമ്പോൾ സോഡിയം ആറ്റം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Na പോസിറ്റീവ് സോഡിയം അയോണായി മാറുന്നു. ഈ പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്ന് പറയുന്നു. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറൈഡ് അയോൺ Cl- ആയി മാറുന്നു. ഇത്തരം നെഗറ്റീവ് അയോണുകളെ ആനയോണുകൾ എന്ന് പറയുന്നു. ഇപ്രകാരമുണ്ടാകുന്ന വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ വൈദ്യുത ആകർഷണത്തിൽ ഏർപ്പെടുകയും അവയെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. ഇതാണ് അയോണിക ബന്ധനം. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിലെ ഇലക്ട്രോൺ കൈമാറ്റം ഇപ്രകാരം എഴുതാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിധം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് ചിത്രീകരിക്കാം. രാസബന്ധനത്തിൽ പങ്കെടുക്കുന്നത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ മാത്രമായതിനാൽ അവയുടെ എണ്ണം മാത്രം സൂചിപ്പിക്കുന്നു. മൂലകത്തിന്റെ പ്രതീകത്തിന്റെ ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ അഥവാ ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവതരിപ്പിച്ചത് അമേരിക്കൻ രസതന്ത്രജ്ഞനായ ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. ഇനി മഗ്നീഷ്യം ഓക്സൈഡിന്റെ ഉദാഹരണം നോക്കാം. മഗ്നീഷ്യം, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ ചേർന്നാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത്. മഗ്നീഷ്യം 2 ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയും ഓക്സിജൻ ആറ്റം 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മഗ്നീഷ്യവും ഓക്സിജനും സ്ഥിരത കൈവരിച്ച് മഗ്നീഷ്യം ഓക്സൈഡായി മാറുന്നു. ഇതിൻ്റെ ഡോട്ട് ഡയഗ്രം പരിശോധിക്കാം. മേൽപ്പറഞ്ഞ 2 ഉദാഹരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉദാഹരണം നോക്കാം. സോഡിയം, ഓക്സിജൻ എന്നീ മൂലക ആറ്റങ്ങൾ ചേർന്ന് സോഡിയം ഓക്സൈഡ് ഉണ്ടാകുന്നു. സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോണും ഓക്സിജന് 6 ഇലക്ട്രോണുമാണ് ഉള്ളത്. സോഡിയം ആറ്റം 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ അത് മാത്രം സ്വീകരിച്ച് സ്ഥിരത കൈവരിക്കാൻ ഓക്സിജന് സാധ്യമല്ല. അതിനായി ഇനിയും 1 ഇലക്ട്രോണിൻ്റെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഓക്സിജൻ മറ്റൊരു സോഡിയം ആറ്റത്തിൽ നിന്ന് 1 ഇലക്ട്രോണിനെ കൂടി സ്വീകരിക്കുന്നു. അങ്ങനെ സോഡിയം ഓക്സൈഡ് തന്മാത്ര രൂപീകരണത്തിന് 1 ഓക്സിജൻ ആറ്റവും 2 സോഡിയം ആറ്റവും ആവശ്യമാണ്. അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നു. സഹസംയോജക ബന്ധനം. ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. ഇതിൽ 2 ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺ പങ്കുവയ്ക്കലാണ് സംഭവിക്കുന്നത്. ഫ്ലോറിൻ തന്മാത്രയിലെ 2 ആറ്റങ്ങളിലെ ബന്ധനം എപ്രകാരമാണെന്ന് നോക്കാം. ഫ്ലോറിന് ആകെ 9 ഇലക്ട്രോണുകളുണ്ട്. ബാഹ്യതമ ഷെല്ലിൽ 7 ആറ്റങ്ങളും. അതിനാൽ തന്നെ അസ്ഥിരവുമാണ്. അപ്പോൾ 2 ഫ്ലോറിൻ ആറ്റങ്ങൾ അടുത്തടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അഷ്ടകം പൂർത്തിയാക്കി സ്ഥിരത നേടാൻ 2 ആറ്റങ്ങൾക്കും ഓരോ ഇലക്ട്രോൺ ആവശ്യമുണ്ട്. ഇവിടെ തന്മാത്രാ രൂപീകരണത്തിൽ 1 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കപ്പെടുന്നു. ഇത് ഒരു സഹസംയോജക ബന്ധനമാണ്.
ഇപ്രകാരമുണ്ടാകുന്ന ഫ്ലൂറിൻ തന്മാത്രയുടെ 2 ആറ്റങ്ങളും സ്ഥിരത നേടിയവയാണ്. ഫ്ലൂറിൻ തന്മാത്രാ രൂപീകരണത്തിൽ ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചതിനാൽ ഇതൊരു ഏകബന്ധനമാണ്. രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂലകങ്ങളുടെ പ്രതീകങ്ങൾക്കിടയിൽ ഒരു ചെറിയ വര കൊണ്ടാണ് ഏകബന്ധനം സൂചിപ്പിക്കുന്നത്. ഇനി ഓക്സിജൻ തന്മാത്രയുടെ കാര്യമെടുക്കാം. ഓക്സിജൻ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണുള്ളത്. അതിനാൽ തന്നെ അസ്ഥിരവുമാണ്. ഇവയ്ക്ക് സ്ഥിരത കൈവരിക്കാൻ 2 ഇലക്ട്രോണുകൾ കൂടി വേണം. 2 ഓക്സിജൻ ആറ്റങ്ങൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ ഇവയ്ക്കിടയിൽ 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കപ്പെടുകയും സഹസംയോജക ബന്ധനം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്രകാരം 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനത്തെ ദ്വിബന്ധനം എന്ന് പറയുന്നു. 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ത്രിബന്ധനം. നൈട്രജൻ തന്മാത്ര ത്രിബന്ധനത്തിന് ഉദാഹരണമാണ്. ഫ്ലോറിൻ തന്മാത്രയിൽ ഏകബന്ധനവും ഓക്സിജൻ തന്മാത്രയിൽ ദ്വിബന്ധനവും നൈട്രജൻ തന്മാത്രയിൽ ത്രിബന്ധനവുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവയെ പ്രതീകം ഉപയോഗിച്ച് യഥാക്രമം F-F, O-O, N-N എന്നിങ്ങനെ സൂചിപ്പിക്കാം. ഇനി വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന സഹസംയോജക ബന്ധനം നോക്കാം. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിലെ രാസബന്ധനം ഉദാഹരണമായി എടുക്കാം. ഹൈഡ്രജൻ ആറ്റവും ക്ലോറിൻ ആറ്റവും ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് 1 ജോഡി ഇലക്ട്രോണുകളാണെന്ന് കാണാം. എന്നാൽ കാർബൺ ടെട്രാക്ലോറൈഡ് തന്മാത്രാ രൂപീകരണം എങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ ഒരു കാർബൺ ആറ്റം 4 ക്ലോറിൻ ആറ്റങ്ങളുമായി ചേർന്ന് 4 ജോഡി ഇലക്ട്രോൺ പങ്കുവയ്ക്കുകയും കാർബൺ ടെട്രാക്ലോറൈഡ് തന്മാത്ര ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്രകാരം സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജന സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. സഹസംയോജക ബന്ധനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡികളെ 2 ആറ്റങ്ങളും ആകർഷിക്കുന്നു. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ആറ്റങ്ങൾക്കിടയിലുള്ള ബന്ധിത ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള അതാത് ആറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനായി വ്യത്യസ്ത ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവയിൽ ലീനസ് പോളിംഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. ഇതൊരു ആപേക്ഷിക സ്കെയിലാണ്. 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് ഇതിൽ മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകളായി നൽകിയിരിക്കുന്നത്. ഈ സ്കെയിലിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ പൊതുവെ അയോണിക സ്വഭാവവും 1.7 കുറവാണെങ്കിൽ പൊതുവെ സഹസംയോജക സ്വഭാവവുമായിരിക്കും ഉണ്ടാവുക. കാർബൺ മോണോക്സൈഡിന്റെ ഉദാഹരണമെടുക്കാം. കാർബണിൻ്റെയും ഓക്സിജന്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 0.89 ആണ്. അപ്പോൾ ഇത് സഹസംയോജക സ്വഭാവം കാണിക്കുന്നു. എന്നാൽ സോഡിയം ക്ലോറൈഡ് 2.23 ആണ് കാണിക്കുന്നത്, അതായത് അയോണിക സ്വഭാവം കാണിക്കുന്നു. സംയോജകത.
മൂലക ആറ്റങ്ങളുടെ സംയോജിക്കാനുള്ള കഴിവാണ് സംയോജകത. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം അതിൻ്റെ സംയോജകതയായി പരിഗണിക്കാം. ഉദാഹരണമായി ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം എന്നീ ആറ്റങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണുള്ളത്. അതുകൊണ്ട് അവ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. അതായത് അവയുടെ സംയോജകത 1 ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഉള്ളത് 4 ഇലക്ട്രോണുകളിൽ കുറവാണെങ്കിൽ അതിൻ്റെ സംയോജകത ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ സംഖ്യയായിരിക്കും. ഉദാഹരണമായി അലുമിനിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളുണ്ട്. അതായത് അതിൻ്റെ സംയോജകത 3 ആയിരിക്കും. ഇനി നേരെ മറിച്ച് ബാഹ്യതമ ഷെല്ലിൽ 4 കൂടുതൽ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ സംയോജകത എന്നാൽ 8 നിന്നും ആ സംഖ്യ കുറവ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഉദാഹരണമായി ക്ലോറിൻ ആറ്റത്തിന് ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ക്ലോറിൻ്റെ സംയോജകത എന്നാൽ 8 - 7 = 1 ആയിരിക്കും. സംയോജകതയിൽ നിന്ന് രാസസൂത്രം. ചില സംയുക്തങ്ങളുടെ ആറ്റങ്ങളുടെ സംയോജകത പരിശോധിക്കാം. സോഡിയം ക്ലോറൈഡിൻ്റെ കാര്യം നോക്കാം. ഇതിൽ 2 ആറ്റങ്ങളുടെയും സംയോജകത 1. അപ്പോൾ Na1Cl1, അതായത് NaCl എന്നെഴുതാം. സംയോജകതയിൽ നിന്ന് രാസസൂത്രം എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകത്തിൻ്റെ പ്രതീകം ആദ്യം എഴുതുക. 2. ഓരോ മൂലകത്തിൻ്റെയും സംയോജകത പരസ്പരം മാറ്റി പാദാംഗമായി എഴുതുക. 3. പൊതുഘടകം കൊണ്ട് പാദാംഗത്തെ ഹരിക്കുക. 4. പാദാംഗം 1 ആണെങ്കിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. അലുമിനിയം ക്ലോറൈഡിൻ്റെ രാസസൂത്രം എഴുതി നോക്കാം. അലുമിനിയത്തിന് ഇലക്ട്രോനെഗറ്റിവിറ്റി ക്ലോറിനേക്കാൾ കുറവാണ്. അപ്പോൾ അലുമിനിയം ആദ്യം എഴുതാം, പിന്നെ ക്ലോറിൻ. അലുമിനിയത്തിൻ്റെ സംയോജകത 3 ക്ലോറിൻ്റേത് 1. സംയോജകത പരസ്പരം മാറ്റി പാദാംഗമായി എഴുതാം. Al1Cl3, അതായത് AlCl3. MgO2, CCl4, CO2 എന്നിവ എങ്ങനെ എഴുതണമെന്നും നോക്കാം. ഓക്സീകരണവും നിരോക്സീകരണവും. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. മഗ്നീഷ്യം ക്ലോറിനുമായി സംയോജിച്ച് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 2. ക്ലോറിന് 2, 8, 7. ഇവ കൂടിച്ചേരുമ്പോൾ മഗ്നീഷ്യം 2 ഇലക്ട്രോൺ ഓരോ ക്ലോറിൻ ആറ്റത്തിനും വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ മഗ്നീഷ്യം 2 ക്ലോറിൻ ആറ്റങ്ങൾക്ക് ഓരോ ഇലക്ട്രോണിന് വീതം വിട്ടുകൊടുത്ത് നിരോക്സീകരിക്കുന്നു. അതിനാൽ മഗ്നീഷ്യം ഇവിടെ നിരോക്സികാരിയാണ്. ക്ലോറിൻ അതേസമയം ഇലക്ട്രോൺ സ്വീകരിച്ച് ഓക്സീകരിക്കപ്പെട്ട് ഓക്സികാരിയാകുന്നു. ഓക്സിഡേഷൻ നമ്പർ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ഓക്സിഡേഷൻ നമ്പർ.
ഉദാഹരണത്തിന് ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിൽ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഒരു പോസിറ്റീവ് ചാർജും നേടുന്നു. അതായത് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 എന്നും ക്ലോറിൻ്റേത് -1 എന്നും പരിഗണിക്കുന്നു. മൂലക തന്മാത്രകളിൽ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവയ്ക്കുന്നതിനാൽ മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ 0 പരിഗണിക്കുന്നു. ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ ആകെ തുക 0. ഓക്സിഡേഷൻ നമ്പർ കൂട്ടുന്ന പ്രവർത്തനത്തെ നിരോക്സീകരണമെന്ന് പറയുന്നു. ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം തന്നെ നടക്കുന്നതിനാൽ ഇവ രണ്ടും ചേർത്ത് റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന തന്മാത്ര ഓക്സീകാരിയും ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന തന്മാത്ര നിരോക്സീകാരിയുമാണ്. കാർബണും ക്ലോറിനും ചേരുന്ന ഈ രാസപ്രവർത്തനം നോക്കൂ. ഇവിടെ ക്ലോറിൻ ഓക്സീകാരിയും കാർബൺ നിരോക്സീകാരിയുമാണ്. എന്തെന്നാൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 നിന്ന് -1 കുറയുകയും കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 നിന്ന് 4 ഉയരുകയും ചെയ്യുന്നു. ഇനി സിങ്കും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനം നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ഓക്സീകാരിയായും സിങ്ക് നിരോക്സീകാരിയായും പ്രവർത്തിക്കുന്നു. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 1 നിന്നും 0 സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 നിന്നും 2 മാറുന്നു. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പറിൽ കുറവ് വരുന്നതുമില്ല.